എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. 6 ഏപ്രിൽ 2023 ഹിന്ദു ന്യൂസ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. സുപ്രീം കോർട്ട് സെയ്സ് ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഗവൺമെൻറ് പോളിസീസ് നോട്ട് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണ്? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയായി ബന്ധപ്പെട്ട് ക്രിറ്റിസിസം ഉന്നയിക്കുന്നത് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതായത് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനോ പറ്റില്ല. കാരണം എന്താണ്? ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസമാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസി എതിർത്തു എന്ന് കരുതി അവർ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരല്ല എന്ന രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോളിസീസിന് ക്രിറ്റിസിസം ഉണ്ടാവും. അതാണ് ഒരു ഡെമോക്രസിയുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില പോളിസീസ്, ചില നയങ്ങൾ, ചില നിയമങ്ങളെ കുറിച്ചൊക്കെ ഈ പറയുന്ന ക്രിറ്റിസിസങ്ങൾ ഉണ്ടാവും. അത് എന്താ പറയുക, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് എന്ന് വരുത്തി തീർക്കേണ്ട കാര്യമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. കോർട്ട് ലിഫ്റ്റ്സ് ടെലികാസ്റ്റ് ബാൻ on Malayalam channel Media One, says unguided and ad hoc use of sealed cover infringes natural justice and open justice. ഈ പറയുന്ന സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചാണ്. അതായത് സീൽഡ് കവറിൽ ഗവൺമെൻറ് എന്ത് സുപ്രീം കോടതിക്ക് കൊടുത്തു കഴിഞ്ഞാലും അത് പുറത്ത് റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് സുതാര്യതയെ, ട്രാൻസ്പെറൻസിയെ ബാധിക്കും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2, മീഡിയ വൺ പോലുള്ള ചാനലുകൾ വീണ്ടും ഈ പറയുന്ന ഈ ബാൻ, ടെലികാസ്റ്റ് ബാനിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു രാഷ്ട്രീയ പാർട്ടിയോ അതിൻ്റെ നയങ്ങളെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയൊക്കെ പോളിസി വൈസ് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വലിയ കുറ്റമായിട്ട് കാണാൻ പറ്റില്ല. അത് ക്രിയേറ്റീവ് ക്രിറ്റിസിസമായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇന്ത്യ ഒരു ത്രൈവിങ്, നെയ്വായിട്ടുള്ള നെയ്സൻ്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസിയാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ അങ്ങനെയുള്ള ക്രിറ്റിസിസത്തിന് ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്. ആ ഓപ്പോസിഷൻ ഒരു നയത്തെ നന്നാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ബെറ്റർമെൻറ്റിനും, സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ബെറ്റർമെൻറ്റിനും നല്ലതാണ് എന്ന് വേണം പറയാൻ. Lifting the telecast ban on Malayalam channel Media One, the Supreme Court on Wednesday rapped the government for silencing voices in the media who speak truths to power by branding them anti-establishment, as well as for the state's unguided and ad hoc use of sealed cover in courts to outsmart citizens' rights to personal liberty, life and profession. ഒരു കാരണവശാലും സിറ്റിസൺസിൻ്റെ റൈറ്റ്സോ പേഴ്സണൽ ലിബർട്ടിയോ ഈ പറയുന്ന സീൽഡ് കവർ ആയാലും ശരി, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ ആയിട്ടുള്ള രീതികളിൽ അതൊരു ഓപ്പൺ ജസ്റ്റിസ് ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം എന്താ? സീൽഡ് കവറിൽ പറഞ്ഞിരിക്കുന്നത് നോർമൽ സിറ്റിസൺസിന് അവൈലബിൾ അല്ല. അപ്പോൾ പിന്നെ ഏത് രീതിയിലാണ് അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോസസ് ആവുക? ദ ക്രിട്ടിക്കൽ വ്യൂസ് അബൌട്ട് ഗവൺമെൻറ് പോളിസീസ് കനോട്ട് ബി ടേംഡ് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. പോളിസികളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്ന് കണക്കാക്കാൻ പറ്റില്ല. അത് രാജ്യത്തിനെതിരെ പറയുന്ന കാര്യങ്ങളല്ല, മറിച്ച് ആ പോളിസിയിലെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വിമർശനമാണ്. അത് ആർക്കും ഉന്നയിക്കാവുന്ന കാര്യമാണത്. യൂസ് ഓഫ് സച്ച് ടെർമിനോളജി ബിട്രേസ് എൻ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ പ്രസ് മസ്റ്റ് സപ്പോർട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ എന്ത് പോളിസി വന്നു കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിലാണെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവുമെന്ന് സുപ്രീം കോടതി പറയുന്നു. An independent press is vital for the robust functioning of the democratic republic. ഒരു റിപ്പബ്ലിക്കിലെ ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളിലൊന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രസ്സാണ്. അത് വളരെ വൈറ്റലാണെന്ന് പറഞ്ഞത്. പ്രസ് has a duty to speak truth to power and present citizens with the hard facts. A homogenized view on issues that range from socio-economic polity to political ideology will present grave dangers to democracy. Justice, a bench led by Chief Justice of India D.Y. Chandrachud observed in 134-page judgment. The other judge on the bench was Hima Kohli. The court ordered the government to renew telecast permission to the channel within 4 weeks. 4 വീക്കിനുള്ളിൽ, 4 ആഴ്ചക്കുള്ളിൽ ഈ പറയുന്ന ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറയുന്നു. അപ്പോൾ ക്രിയേറ്റീവ് ക്രിറ്റിസിസത്തിന് ഒരു ഡെമോക്രസിയിൽ എപ്പോഴും സ്ഥാനം ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ക്രക്സ് അല്ലെങ്കിൽ സമ്മറി എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് RTC ബഡ്ജറ്റ് ടൂറിസം ഓഫേഴ്സ് 440 ട്രിപ്സ് ഇൻ ഏപ്രിൽ ആൻഡ് മെയ്. അപ്പോൾ ഇതിൽ KSRTC ഒരുപാട് സക്സസ്ഫുൾ ട്രിപ്സിന് ശേഷം കുറച്ച് കൂടുതൽ ട്രിപ്സ് ഈ പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഓർഗനൈസ് ചെയ്യുകയാണ്. Buoyed by the success of the sightseeing tours rolled out by its budget tourism cell, the Kerala Road Transport Corporation KSRTC has decided to increase the number of destinations and frequency of service this summer. അപ്പോൾ സമ്മർ വെക്കേഷനാണ്, ഒരുപാട് പേര് ഈ പറയുന്നത് ഫ്രീ ആയിട്ട്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഫാമിലീസൊക്കെ ഉണ്ടാവും എന്ന രീതിയിൽ 440 ട്രിപ്സ് ഏപ്രിലും മെയ്യിലുമായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വൈൽഡ് ലൈഫ് സഫാരീസും അതുപോലെ തന്നെ ജംഗിൾ സഫാരീസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എന്താ പറയുക, കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം KSRTC ഒരുക്കുകയാണ്. KSRTC's ബഡ്ജറ്റ് ടൂറിസം സെൽ ഹാസ് നെറ്റഡ് എ ടേൺ ഓവർ ഓഫ് അബൌട്ട് 18 crores since its launch 7 months ago. It has taken over 2.75 lakh tourists to sports inside and outside state
till March 31, said the officials. അപ്പോൾ KSRTCൻ്റെ ബഡ്ജറ്റ് ടൂറിസം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വെഞ്ചറാണെന്ന് പറയുന്നത്. 18 കോടിയാണ് നെറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2.7 ലക്ഷം ടൂറിസ്റ്റുകളെ കേരളത്തിന് ഉള്ളിലുള്ള സ്പോട്ടുകളിലും അതുപോലെ തന്നെ പുറത്തുള്ള സ്പോട്ടുകളിലും കൊണ്ടുപോയി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വെഞ്ചറാണ് ഈ പറയുന്ന KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വീണ്ടും സക്സസ് ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ഏപ്രിലും മെയിലും ഈ പറയുന്ന സമ്മർ വെക്കേഷൻ സമയമാണ്. ആ സമയത്ത് 440 ട്രിപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊരു വളരെ മോഡൽ വേ ഓഫ് ഒരു നോവൽ വേ ഓഫ് ടൂറിസം ഇംപ്ലിമെൻറ്റേഷനാണ്. കാരണം അത് ബഡ്ജറ്റ് എക്കോണമിക്കലായിട്ട് ബഡ്ജറ്റിനുള്ളിലാണ്. മാത്രമല്ല അത് അതിൻ്റെ കോർ പർപ്പസ് സെർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു എസ്സേ പോലുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പരീക്ഷയിലോ അല്ലാത്ത സമയത്തോ ടൂറിസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുന്നൊരു ടോപ്പിക്കിലാണെങ്കിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ് KSRTCയുടെ ടൂറിസം ബഡ്ജറ്റ് എന്ന് പറയുക, ടൂറിസം ട്രിപ്സ് എന്ന് പറയുന്നത്, ബഡ്ജറ്റ് ട്രിപ്സ് എന്ന് പറയുന്നത്. കാരണം അത് എക്കോണമിക്കലാണ്, അതുപോലെ തന്നെ അതിൻ്റെ എഫിക്കസി ചോർന്നു പോവാതെ, അതിൻ്റെ ഒരു സ്പിരിറ്റ് ചോർന്നു പോവാതെയാണ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ കോർട്ട് അവാർഡ് 7-year റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ് ടു ഓൾ ദ 13 കൺവിക്ട്സ് ഇൻ അട്ടപ്പാടി മധു ലിഞ്ചിങ് കേസിൽ വിധി വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ കോർട്ട് പറഞ്ഞിരിക്കുന്നത് 7 കൊല്ലത്തെ റിഗ്രസ് ഇംപ്രിസൺമെൻറ്റാണ് 13 കൺവിക്ട്സിനും 13 ആൾക്കാർക്കും. ദിസ് ഈസ് ദ ഫസ്റ്റ് മോബ് ലിഞ്ചിങ് കേസ് ഇൻ ഗോഡ്സ് ഓൺ കൺട്രി. കേരളത്തിലെ ആദ്യത്തെ മോബ് ലിഞ്ചിങ് കേസാണ്. ലെറ്റ് ഇറ്റ് ബി ദ ലാസ്റ്റ് സച്ച് കേസ്. മെറ്റീരിയൽസ് പ്ലേസ്ഡ് ബിഫോർ ദ കോർട്ട് റിവീൽ ദ അക്യൂസ്ഡ് ഹാസ് അസ്യൂംഡ് ദ റോൾ ഓഫ് മോറൽ പോലീസ്. സച്ച് മോറൽ പോലീസിംഗ് ക്യാൻ നെവർ ബി എൻകറേജ് ഇൻ എ സിവിലൈസ്ഡ് സൊസൈറ്റി, സെയ്സ് ജഡ്ജ് രതീഷ് കുമാർ. ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മോറൽ പോലീസിംഗ് എന്ന് പറയുന്നത്. നിയമം കയ്യിലെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിന് നിയമവാഴ്ചയുണ്ട്. ഇവിടെ കൺസേൺഡ് ആയിട്ടുള്ള ലോസ് ഉണ്ട്, അതോറിറ്റീസ് ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും പബ്ലിക് അത് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ മോറൽ പോലീസിംഗ് ഈ പറയുന്ന കൺവിൻസ് ചെയ്തു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിഗ്രസ് ആയിട്ടുള്ള ഇംപ്രിസൺമെൻറ്റ് 7 വർഷത്തേക്ക് കൊടുത്തിരിക്കുകയാണ് കോടതി. സ്ഥിരം നമ്മുടെ എക്കോണമിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വീണ്ടും ഡിസ്കസ് ചെയ്യുകയാണ് ഹിന്ദുവിലെ എഡിറ്റോറിയൽ. ദ ഗ്രോത്ത് മാത്ത്. റിസർച്ചിങ് ഓയിൽ പ്രൈസസ് ടൈറ്റ് മണി മേ ഡെൻറ്റ് കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോപ്സ്. അപ്പോൾ നമ്മൾ ഓരോ മാസത്തെ പുതിയ റിവൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ വരുന്നുണ്ടെങ്കിലും ദ കോർ പ്രിൻസിപ്പിൾസ് എല്ലാം സെയിം ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? റിസർച്ചിങ് ഓയിൽ പ്രൈസസ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ടൈറ്റ് മണി എപ്പോഴാണ്? ടൈറ്റ് മണി എന്ന് പറഞ്ഞ പോളിസി എപ്പോഴാണ് ഒരു എക്കോണമി അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാങ്ക് പിന്തുടരുക? ഇത് ഫോളോ ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ നിലനിൽക്കുന്ന സമയത്ത്, പണപ്പെരുപ്പ് നിലനിൽക്കുന്ന സമയത്ത് മണി സപ്ലൈ കുറക്കാൻ വേണ്ടിയിട്ടാണ് ടൈറ്റ് മണി പോളിസി. അപ്പോൾ ഇത് രണ്ടും കൂടി ആവുമ്പോൾ കൺസംഷനെ അത് ബാധിക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് അഡ്വേഴ്സായി ബാധിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ടൈറ്റ് മണി പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ കുറക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുകയോ, അതായത് പോളിസി നിരക്കുകളെല്ലാം വർദ്ധിപ്പിച്ച്, ഇപ്പം റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, SDF, അതുപോലെ തന്നെ മാർജിനൽ ഫെസിലിറ്റി, ബാങ്ക് റേറ്റ്, അങ്ങനെയുള്ള എല്ലാ പോളിസി നിരക്കുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് ടൈറ്റ് മണി പോളിസി ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് ഓയിൽ പ്രൈസസും മറ്റ് സാധനങ്ങളുടെ വിലക്കയറ്റം കൂടുകയും ചെയ്യുന്ന സമയത്ത് എന്താണ് കൺസംഷനെ ബാധിക്കുക. കാരണം ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് കുറക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോപ്സ്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊരു എക്കോണമിയിൽ റിട്ടേൺസ് ലഭിക്കില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൽ കീ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഇറ്റ് ഫ്ലാഗ്ഡ് ഫോർ ദ ഡൗൺ ഗ്രേഡ് ആർ റൈസിങ് ബോറോയിങ് കോസ്റ്റ് വുഡ് ഹേർട്ട് അതർവൈസ് റിസൈലൻറ്റ് കൺസംഷൻ ഡിമാൻഡ്. അപ്പോൾ ഇതിൽ ബോറോയിങ് കോസ്റ്റ്, ലോണുകളുടെ വില കൂടി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂടി, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇൻഫ്ലേഷൻ കൂടി. ഇതെന്താ കാര്യം? ഇപ്പോൾ ഈ പറയുന്ന എഡിറ്റോറിയൽ ഇത് ഡിസ്കസ് ചെയ്യാൻ തന്നെ കാരണം എന്താണ്? ഈ പറയുന്ന 2 multilateral institutions presented the regional economic outlook for this year, scaling down their projection for India's growth prospects in 2023-24. The World Bank has pared its real GDP growth forecast for the country to 6.3 from 6.6. അപ്പോൾ എന്താണ് ഈ പറയുന്ന വേൾഡ് ബാങ്ക് പോലെയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് റീജിയണലായിട്ടുള്ള ഗ്രോത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ 6.6% ഇന്ത്യ 23-24 ഫിനാൻഷ്യൽ ഇയറിൽ ഗ്രോ ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തെടുക്കുക. 0.3% കുറച്ച് 6.3 ആക്കി. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? കൺസംഷൻ, അതായത് കൺസംഷൻ കുറയാനുള്ള ട്രെൻഡ്, ഇൻഫ്ലേഷൻ കൂടുക, ഓയിൽ പ്രൈസസ് കൂടുക, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്യുക? ടൈറ്റ് മണി പോളിസി ഫോളോ ചെയ്യുക. ഇങ്ങനെയുള്ള സമയത്ത് അത് എന്തിലേക്ക് വഴിതെളിക്കുമെന്നാണ് പറയുന്നത്? കൺസംഷൻ കുറക്കാനും അതുപോലെ തന്നെ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് കോൺഫിഡൻസ് സൊസൈറ്റിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഇതാണ് ഈ പറയുന്ന എഡിറ്റോറിയലിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. പോളിസി മേക്കേഴ്സ് ക്യാൻ സേഫ്ലി ടൂൺ ഔട്ട് നോയ്സ് ജനറേറ്റഡ് ബൈ ദീസ് നമ്പേഴ്സ് ബട്ട് മസ്റ്റ് പേ ഹീഡ് ടു ദ സ്ട്രെസ് സൈൻസ് ബീയിങ് ഫ്ലാഗ്ഡ് സോ ആസ് ടു പ്രൊആക്റ്റീവ്ലി മിനിമൈസ് എനി ഇംപെൻഡിങ് ഡാമേജ്. അപ്പോൾ പോളിസി മേക്കേഴ്സ് എന്ത് ചെയ്യണം?
ഇത് ഈ പറയുന്ന മണി സപ്ലൈ ഒക്കെ കുറക്കാനും ഇൻഫ്ലേഷൻ കുറക്കാനൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഗ്രോത്തിനെ ത്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ തിരിച്ചറിഞ്ഞ് ബൂസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് എക്കോണമിയിലെ ലോങ് റണ്ണിൽ ബാധിക്കുമെന്ന് പറയുന്നു. ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. ഹൈക്കോടതികളിൽ അതുപോലെ തന്നെ സുപ്രീം കോടതികളിലും പെൻഡിങ് കേസസിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ക്ലോസ് ടു ഹാഫ് കേസസ് ഇൻ HC പെൻഡിങ് ഫോർ ഓവർ 5 years. ക്ലോസ് ടു ഹാഫ് കേസസ് ഇൻ HC പെൻഡിങ് ഫോർ ഓവർ 5 years. അപ്പോൾ ഹൈക്കോടതികളിലെ കേസ് പെൻഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. പെൻഡൻസി ഓഫ് ദ കേസസ് ഇൻ കോർട്ട്സ് ഇസ് എ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രോബ്ലം വിത്ത് ഫ്രഷ് കേസസ് ഇൻക്രീസിങ് ആൻഡ് നമ്പർ ഓഫ് ജഡ്ജസ് സ്റ്റാഗ്നേറ്റിംഗ്. നമ്പർ ഓഫ് ജഡ്ജസ് കുറയും, അതുപോലെ തന്നെ ഫ്രഷ് കേസസ് പണ്ടത്തെ പെൻഡിങ് ആയിട്ടുള്ള കേസസിന് ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? വളരെയധികം കൂടുതൽ പെൻഡിങ് കേസസ് ആവുകയും ചെയ്യും. അതൊരു സിസ്റ്റത്തിനെ തന്നെ ഓവർ ബർഡൻ ചെയ്യും. അപ്പോൾ ജഡ്ജസിൻ്റെ കുറവും ഈ ആർട്ടിക്കിളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു കണ്ടിന്യൂഷൻ പോലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്, സുപ്രീം കോടതിയിൽ ഒരു ഡിക്ലറേഷൻ പോലെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് കനോട്ട് ക്ലെയിം ഹയർ ഇമ്മ്യൂണിറ്റി SC. പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ഈ പറയുന്ന ക്രിമിനൽ അല്ലെങ്കിൽ മറ്റ് നിയമങ്ങളിൽ നിന്നൊരു ഇമ്മ്യൂണിറ്റി ഇല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കാരണം പൊളിറ്റിക്കൽ ലീഡേഴ്സ് അൾട്ടിമേറ്റ്ലി ആരാണ്? സിറ്റിസൺസ് ആണ്. സിറ്റിസൺസ് എല്ലാവരും ഒരുപോലെയാണ്, അതുപോലെ തന്നെ അവർക്ക് എല്ലാ നിയമവും ബാധകമാണ്. അതുകൊണ്ട് അവർക്കൊരു എക്സ്ട്രാ ക്ലെയിം, ഒരു ഇമ്മ്യൂണിറ്റി ക്ലെയിം പറയാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പൊളിറ്റിക്കൽ ലീഡേഴ്സ് കനോട്ട് ക്ലെയിം ഹയർ ഇമ്മ്യൂണിറ്റി, സുപ്രീം കോർട്ട്. ആഫ്റ്റർ കോർട്ട് ടെൽസ് ദം ദാറ്റ് ദേ വർ ഓൺ ദ സെയിം ഫൂട്ടിംഗ് ആസ് ഓർഡിനറി സിറ്റിസൺ, 14 opposition parties withdrew their petition seeking stringent procedure for arresting political leaders. A political leader is basically a citizen. As citizens, we are all amenable to the same law. Political leaders do not enjoy an immunity. D.Y. Chandrachud, Chief Justice of India. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ D.Y. ചന്ദ്രചൂഡ് പറയുന്നതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ്ലി എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും ആരാണ്? സിറ്റിസൺസ് ആണ്. സിറ്റിസൺസ് തമ്മിൽ വേർതിരിവില്ല, അല്ലേ? എല്ലാ നിയമങ്ങളും എല്ലാ സിറ്റിസൺസിനും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റി ആർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അടുത്തത് ലംബി സ്കിൻ ഡിസീസുമായി ബന്ധപ്പെട്ടാണ്. ഇത് കാറ്റിലിന് വരുന്നൊരു ഡിസീസാണ്. ലംബി സ്കിൻ ഡിസീസ് ലെഡ് ടു സ്റ്റാഗ്നേഷൻ ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ. കാറ്റിലിനെ തന്നെ ബാധിക്കുന്നത് കൊണ്ട് മിൽക്ക് പ്രൊഡക്ഷനിൽ കാര്യമായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ലംബി സ്കിൻ ഡിസീസ് ഇപ്പോൾ വിച്ച് ഈസ് ദ മേജർ കോസ് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ, സ്റ്റാഗ്നൻസി ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാരണം എന്താണ്? ലംബി സ്കിൻ ഡിസീസാണ് എന്ന് പറയുന്നു. Center is foreseeing stagnation in milk production and possible scarcity of ghee and butter as an impact of the lumpy skin disease that took the lives of about 1.89 lakh cattle. 1.89 ലക്ഷം കാറ്റിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞത്. കന്നുകാലികൾ മരിച്ചുപോയി ഈ പറഞ്ഞ ലംബി സ്കിൻ ഡിസീസ് കാരണം. അതുകൊണ്ട് തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ, ഗീ, അതുപോലെ തന്നെ ബട്ടർ, അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ അതിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഓർത്ത് വെക്കണേ അത്. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ കാണാം. ബൈ, ടേക്ക് കെയർ. ഇത് എഫക്റ്റീവാണ്.